ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ഷാനവാസും നൂറയും ഒരു ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ലിവിംഗ് റൂമിൽ. പറയുന്നത് ഇതാണ്, ഇത്രയും ചീഞ്ഞ ഒരു കേസ്, ഷാനവാസാണ് കേട്ടോ പറയുന്നത്, ഇത്രയും ചീഞ്ഞ ഒരു കേസ് വലിയൊരു ചർച്ചയാക്കണ്ട എന്ന് ലാലേട്ടൻ വിചാരിച്ചു കാണും. എന്ത് സിമ്പിളായിട്ട്, എന്ത് മനോഹരമായിട്ടാണ് ലാലേട്ടൻ ഈ ഒരു കേസ് ഡീൽ ചെയ്ത് വിട്ടത്. അപ്പൊ നൂറ പറയുന്നുണ്ട്, അതെ നമ്മൾ മൂന്നാളെയും നാറ്റിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു, അങ്ങനെ ഒന്നും ലാലേട്ടൻ ചെയ്തില്ല, വളരെ സിമ്പിളായിട്ട് ഈ ഒരു കേസ് ഡീൽ ചെയ്ത് വിട്ടു എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പിന്നെ നൂറ പറയുന്ന ഒരു കാര്യം, ഇവിടെ പലരുടെയും മുഖത്തൊരു ദുഃഖം ഞാൻ കണ്ടു, അവരാരും പ്രതീക്ഷിച്ചതുപോലെ ഇത് ആളി കത്തിക്കാൻ പറ്റാത്തതിൻ്റെതായ ഒരു ദുഃഖം ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിന് ഷാനവാസ് ശരിവെക്കുന്നുണ്ട്. അപ്പോ ഷാനവാസിനെ അറിയാം ഈ ഒരു കേസ് ചീഞ്ഞ കേസ് ആയിരുന്നു എന്നുള്ളത്. പുള്ളി തന്നെ പറയുന്നുണ്ട് കേട്ടോ, ആദിലയുടെ വായിൽ നിന്നും അങ്ങനെ ഒരു സംഭവം വന്നതിന് നമ്മൾ രണ്ടുപേരും നമ്മൾ 3 പേരും കൂടി നിന്ന് ഒരുമിച്ച് നിന്ന് ഡിഫെൻഡ് ചെയ്തതാണ്, അല്ലാതെ നമ്മള് നെവിനെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം എടുത്തിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. ഇത് ഇപ്പൊ ആദിലയുടെ മണ്ടയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ബ്ലെയിം ഇപ്പോ ആദിലയാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ഇത് ആദിലയുടെ മണ്ടയ്ക്കാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഇത് ആദില ഇനി എങ്ങനെ ഈ ഒരു കളിയിൽ നിന്നും പുറത്തു വന്ന് നെഗറ്റിവിറ്റി എല്ലാം പോസിറ്റിവിറ്റി ആക്കി മാറ്റും എന്നുള്ളതനുസരിച്ചിരിക്കും ആദിലയുടെ ആ ഹൗസിനകത്ത് എക്സിസ്റ്റൻസ്. കാരണം നൂറയും ഈ ഒരു കേസിൽ ആദില ആണ് തെറ്റ് ചെയ്തതെന്നുള്ളൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ ഷാനവാസ് പറയുമ്പോഴും നൂറ ശരി വെക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷാനവാസും ആദിലയും തമ്മിൽ വേറെ തന്നെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് ബെഡ്റൂമിൽ വെച്ചിട്ട്. അതിൽ നൂറയില്ല. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.